നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. അഭിനയ രംഗത്ത് എത്തിയ നാളുകൾ മുതൽ ആരാധകർക്കിടയിലെ ചർച്ചാ വിഷയമായിരുന്നു പ്രഭാസിന്റെ വിവാഹം. 44-ാം വയസ്സിലേക്ക് കടക്കുന്ന പ്രഭാസ് ഇതുവരെയും വിവാഹിതനായിട്ടില്ല. സമപ്രായക്കാരായ നടന്മാരിൽ ഭൂരിഭാഗം പേരും വിവാഹം ചെയ്ത് കുടുംബജീവിതത്തിലേക്ക് കടന്നെങ്കിലും പ്രഭാസ് ഇന്നും ബാച്ചിലറായി തുടരുകയാണ്. അടുത്തിടെ നടി കൃതി സനോനും പ്രഭാസും പ്രണയത്തിലാണെന്ന തരത്തിൽ ഗോസിപ്പുകൾ വന്നെങ്കിലും ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച ആദിപുരുഷ് എന്ന സിനിമയുടെ റിലീസിന് ശേഷം ഈ അഭ്യൂഹങ്ങൾ കെട്ടടങ്ങുകയായിരുന്നു. വിവാഹത്തെപ്പറ്റി പലതരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വാർത്തകളിൽ നിന്നും ഒഴിഞ്ഞു മാറാനാണ് പ്രഭാസ് ശ്രമിച്ചിട്ടുള്ളത്. പലപ്പോഴായി വിവാഹത്തിന് കുടുംബം നിർബന്ധിച്ചപ്പോഴും പ്രഭാസ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ബാഹുബലിയുടെ ഷൂട്ടിംഗ് തിരക്കുകൾ പറഞ്ഞാണ് ഒരിക്കൽ പ്രഭാസ് വിവാഹ ആലോചനകളിൽ നിന്നും മാറി നിന്നത്. എന്നാൽ ബാഹുബലി റിലീസ് ചെയ്ത ശേഷവും വിവാഹത്തിന് പ്രഭാസ് സമ്മതം മൂളിയില്ല. എന്തുകൊണ്ടാണ് പ്രഭാസ് വിവാഹിതനാകാത്തതെന്ന ചോദ്യം ആരാധകർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പ്രഭാസിന്റെ വിവാഹത്തെക്കുറിച്ച് ജ്യോത്സ്യൻ വേണുസ്വാമി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത്. പ്രഭാസിന് മംഗല്യയോഗം ഇല്ലെന്നാണ് ജ്യോത്സ്യൻ പറയുന്നത്. പ്രഭാസിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും വേണുസ്വാമി നേരത്തെ പ്രവചിച്ചിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രഭാസ് വിവാഹത്തോട് മുഖം തിരിക്കാൻ കാരണമെന്നാണ് ടോളിവുഡിൽ സംസാരമുണ്ട്. ബാഹുബലിയിൽ ഫിറ്റ്നസ് ബോഡിയുമായി എത്തിയ പ്രഭാസിന് ഇന്ന് പഴയ ആകാര ഭംഗി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അടുത്തിടെ നടന്റെ കാലിന് ഒരു സർജറിയും വേണ്ടി വന്നു. ഇതെല്ലാം കൂട്ടി വായിച്ചാണ് ആരോഗ്യസ്ഥിതി പ്രഭാസിന്റെ വിവാഹത്തിന് തടസ്സമാകുന്നു എന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത്. സിനിമകൾ പൂർത്തിയാക്കി നടൻ കുറച്ചുനാൾ വിശ്രമത്തിലേക്ക് കടന്നേക്കുമെന്നും സൂചനയുണ്ട്. നേരത്തെ അമ്മാവൻ കൃഷ്ണം രാജു പ്രഭാസിനെ വിവാഹം ചെയ്യിക്കാൻ ശ്രമിച്ചതാണ്. എന്നാൽ ബാഹുബലിയുടെ ഷൂട്ടിംഗ് തിരക്കുകൾ ചൂണ്ടിക്കാട്ടി പ്രഭാസ് ഒഴിഞ്ഞു മാറി. ഇന്ന് കൃഷ്ണ ജീവിച്ചിരിപ്പില്ല. ഇനി ആരുടെ വാക്കിനും പ്രഭാസ് ചെവി കൊടുത്തേക്കില്ലെന്നും ടോളിവുഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നേരത്തെ ഒന്നിലേറെ തവണ പ്രഭാസിനെ കുറിച്ച് പ്രണയ ഗോസിപ്പുകൾ വന്നിട്ടുണ്ട്. കുറച്ചു നാളുകൾക്ക് മുൻപ് അനുഷ്ക ഷെട്ടിയും പ്രഭാസും തമ്മിലുള്ള ഗോസിപ്പുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിരുന്നത്. പ്രഭാസിന്റെ ഏറ്റവും നല്ല ഓൺ സ്ക്രീൻ പെയർ ആയിരുന്നു അനുഷ്ക. എന്നാൽ ബാഹുബലിക്ക് ശേഷം ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. അന്നും ഇന്നും അനുഷ്ക പ്രഭാസ് പ്രണയം ഗോസിപ്പ് കോളങ്ങളിൽ വിഷയമാകാറുണ്ട്. എന്നാൽ കുറച്ചു നാളുകൾക്ക് മുൻപ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി താരങ്ങൾ രംഗത്ത് വന്നിരുന്നു. ഞാനും പ്രഭാസും വിവാഹിതരാകുന്നില്ല. സിനിമയിലെ കെമിസ്ട്രി പോലെ ബാഹുബലിയും ദേവസേനയും യഥാർത്ഥ ജീവിതത്തിൽ പ്രതീക്ഷിക്കരുത്. അത് സ്ക്രീനിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് അനുഷ്ക പറഞ്ഞത്. പ്രഭാസും താനും വളരെ നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്നും സൗഹൃദത്തിൽ കവിഞ്ഞൊന്നും നമ്മൾ തമ്മിൽ ഇല്ലെന്നും അനുഷ്ക പറഞ്ഞിരുന്നു. ഇരുവരും തമ്മിൽ വിവാഹം കഴിക്കില്ലെന്നും അനുഷ്ക തീർത്തു പറയുകയും ചെയ്തിരുന്നു. പ്രഭാസിനെ കഴിഞ്ഞ 15 വർഷമായി എനിക്കറിയാം. അവൻ എൻ്റെ 3 മണി സുഹൃത്തുക്കളിൽ ഒരാളാണ്. ഞങ്ങൾ ഇരുവരും വിവാഹിതർ അല്ലാത്തതിനാലും ഓൺ സ്ക്രീൻ ജോഡികൾ ആയതിനാലും പലപ്പോഴും ഞങ്ങൾ പരസ്പരം സംസാരിക്കാറുണ്ട്. അഥവാ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ പുറത്തു വന്നേനെ. രണ്ടുപേരും ഏകദേശം ഒരേ സ്വഭാവമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഒന്നിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് മറച്ചു വെക്കില്ല എന്നും അനുഷ്ക വ്യക്തമാക്കിയിരുന്നു. നടി ഇതുവരെയും വിവാഹത്തിന് തയ്യാറായിട്ടില്ല. സിനിമാ രംഗത്ത് നിന്നും കുറച്ചുനാൾ മാറി നിന്ന അനുഷ്ക അടുത്തിടെ മിസ് ഷെട്ടി മിസ്റ്റർ പോളിഷെട്ടി എന്ന സിനിമയിലൂടെയാണ് തിരിച്ചെത്തിയത്. എന്നാൽ പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത സലാറാണ് പ്രഭാസിന്റേതായി പുറത്തിറങ്ങിയ അവസാന ചിത്രം. സലാറിലൂടെ വീണ്ടും ബോക്സ് ഓഫീസ് വിജയം നേടാൻ പ്രഭാസിന് സാധിച്ചു. തുടരെ വന്ന പരാജയങ്ങൾക്ക് ശേഷം നടന്റെ കരിയറിൽ ലഭിച്ച ആശ്വാസം കൂടിയാണ് സലാർ. ബാഹുബലിക്ക് ശേഷം എടുത്തു പറയത്തക്ക ഹിറ്റുകളൊന്നും പ്രഭാസിന് ലഭിച്ചിരുന്നില്ല. സലാറിന് മുൻപ് പുറത്തിറങ്ങിയ ആദിപുരുഷിന്റെ പരാജയം പ്രഭാസിന്റെ പ്രതിച്ഛായയെ പോലും ബാധിച്ചിരുന്നു. എന്നാൽ അതിനെയെല്ലാം മറികടന്ന് സലാറിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് പ്രഭാസ്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.